ഹായ് ഗായ്സ്, സിൽസില സീരിയലിൻ്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് വിടണേ. എന്നാൽ നമുക്ക് നേരെ പുതിയ പാട്ടിലോട്ട് പോവാം. ഗുണാലിന് ആക്സിഡൻ്റ് ആയ കാര്യം പറഞ്ഞ് നന്ദിനി പേടിച്ചിട്ട് അങ്ങ് പോയി തിരക്കുവാണ്. അവിടെ പോയി നോക്കുമ്പോൾ കാറൊക്കെ പൊട്ടിപ്പിളഞ്ഞ നിലയിലും ഡെഡ് ബോഡീസൊക്കെ കാണുമ്പോൾ ഗുണാൽ മരിച്ചുപോയെന്ന് കരുതി അങ്ങനെ അവിടെ തന്നെ ഇരുന്നു പൊട്ടി കരയാണ് നന്ദിനി. അപ്പോഴാണ് ഗുണാൽ പുറകിൽ വന്ന് നന്ദിനിയെ വിളിക്കുന്നത്. അവനെ കണ്ട ഉടനെ ഇമോഷണലായി വേറെ ഒന്നും തിങ്ക് ചെയ്യാതെ അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ അവനും ഇതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അവനും കൺഫ്യൂഷനായി നിൽക്കുവാണ്. ഇനി അവളെ കെട്ടിപ്പടിക്കണോ വേണ്ടോ എന്നോർത്ത്. ഇവിടെ മൗലിയും ഈ വിഷയം അറിഞ്ഞ് ഗുണാലിനെ കാണാൻ ടാക്സി പിടിച്ച് വരുവാണ്. നല്ല തിരക്കിൽ ആളുകളെ തട്ടി മാറ്റിക്കൊണ്ട് മൗലി വേഗത്തിൽ ഓടി വരുന്നു. ഇവിടെ നന്ദിനി കരഞ്ഞുകൊണ്ട് അവനെ നോക്കുമ്പോൾ ഗുണാൽ അവളെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേര് ഐ കോണ്ടാക്റ്റിൽ നോക്കിയിട്ടിരിക്കുന്നു. എങ്ങനെയോ നന്ദിനി മൗലി ദൂരത്തിൽ നിന്ന് വരുന്നത് കാണുന്നു. ഉടനെ അയ്യോ മൗലി എന്നും വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഒളിക്കുന്നു. ആ സമയത്ത് തന്നെ ഗുണാലിനെ കണ്ട മൗലി ഓടി വന്ന് ഗുണാലിനെ കെട്ടിപ്പിടിക്കുന്നു. ഗുണാൽ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഞാൻ പേടിച്ചു പോയി. അങ്ങനെ പേടിച്ചിട്ട് വിറച്ചുകൊണ്ട് പറയുന്നു. എനിക്കൊന്നും പറ്റിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നവനും പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൂരത്ത് നിന്ന് നന്ദിനി കാണുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വീടാണ് കാണിക്കുന്നത്. ഗുണാലിനെ അന്വേഷിച്ച് മൗലിയുടെ വീട്ടിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നന്ദിനി വീട്ടിൽ വന്ന ഉടനെ തന്നെ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ നടന്നതിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുത്തശ്ശി നല്ല സങ്കടത്തിലാണ്. മുത്തശ്ശി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ നന്നായിട്ട് തന്നെയല്ലോ ഇരിക്കണേ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ മുത്തശ്ശി. അല്ല മോനെ, ഞാൻ നന്നായിട്ട് പേടിച്ചു പോയി മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് നല്ല സങ്കടത്തോടെ പറയാണ്. അപ്പോൾ അമ്മ പറയുവാണ്, മോനെ മോനെ നിൻ്റെ കാർ ഇങ്ങനെയായി? അപ്പോൾ അവ അവിടെ നടന്നതൊക്കെ പറയാണ്. അല്ലമ്മ, ഞാൻ ആ സമയം വാട്ടർ ബോട്ടിൽ വാങ്ങാൻ പുറത്തിറങ്ങിയിരുന്നു. അപ്പോഴാണ് ആ ആക്സിഡൻറ്റ് നടന്നത്. അങ്ങനെയാണ് എൻ്റെ കാറൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോയത്. അതാണ് ന്യൂസിൽ കാണിച്ചത്. നിങ്ങൾ എനിക്ക് ആക്സിഡൻ്റായി എന്ന് തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ദൂരത്ത് നിന്ന് നന്ദിനിയും കേൾക്കുന്നു. നന്ദിനി ഗുണാലിനെ നോക്കുന്നു, ഗുണാൽ നന്ദിനിയെ നോക്കുന്നു. അങ്ങനെയൊക്കെ മൗലി ഗുണാലിൻ്റെ കൈ പിടിക്കുന്നു. അപ്പോഴാണ് അവൻ ബോധത്തിൽ വരുന്നത്. മൗലി ടീ കപ്പ് എടുത്തുകൊണ്ട് നന്ദിനിയുടെ അടുത്തോട്ട് പോകുന്നു. സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ ഒരു ചേച്ചി വരുന്നു. മൗലി, അതിനിടയിൽ നീ ഡ്രസ്സൊക്കെ മാറ്റിയോ? ബ്ലാക്ക് കളർ സാരിയല്ലേ ഉടുത്തിരുന്നത് എന്നവർ പറയുന്നത് കേൾക്കുമ്പോൾ നന്ദിനി നിന്ന് വിറയ്ക്കുവാണ്. അങ്ങനെ പ്രതിമ പോലെ നിൽക്കുവാണ് പേടിച്ചിട്ട്. അങ്ങനെ പേടിച്ചിട്ട് കയ്യിലിരിക്കുന്ന ആ ടീ കപ്പ് താഴെ ഇടണം. നന്ദിനി ടീ കപ്പ് താഴെ ഇട്ടത് കണ്ട് മൗലി തിരക്കുവാണ്. എന്താ പറ്റി? എന്താ ഒരു വെപ്രാളം? അതൊന്നുമില്ല, എനിക്ക് നല്ല തലവേദന, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടുന്നു. അപ്പോൾ അവർ വീണ്ടും, ഇല്ല മൗലി, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഒരു പെണ്ണുണ്ടായിരുന്നു നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചോണ്ട്. അപ്പോൾ അത് നീ അല്ലായിരുന്നോ എന്നവർ വീണ്ടും ചോദിക്കുന്നു. പ്ലീസ് കുറച്ച് നേരം അതൊന്നും മിണ്ടാതിരിക്കുക, അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാൻ ചേച്ചി എന്നും പറഞ്ഞ് മൗലി അവരെ അവോയ്ഡ് ചെയ്യുന്നു. ഉടനെ മൗലി അവർ തനിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. മൗലി, ഞാൻ സത്യമായിട്ട് കണ്ടതാണ് ന്യൂസ് ചാനൽ ഗുണാലിൽ ഒരു പെണ്ണിനെ ഹക്ക് ചെയ്യുന്നത്. ഞാൻ നീയാണെന്നാണ് കരുതിയത്. വന്ന് നോക്കുമ്പോൾ നീ വേറെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ മുത്തശ്ശി കേട്ടിട്ട് അവളെ വഴക്ക് പറഞ്ഞു. നിനക്കെന്താ വേറെ ജോലിയില്ലേ? പ്രശ്നം ഉണ്ടാക്കി വിടാനാണോ നീ ഇപ്പം ഇവിടെ വന്നത്? ഇല്ല മുത്തശ്ശി, ഞാൻ സത്യമാണ് പറയുന്നേ. ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ വിശ്വസിക്കാതെ നമുക്ക് ന്യൂസ് ചാനലിട്ട് നോക്കാം എന്നും പറഞ്ഞ് TV ഓൺ ചെയ്യുന്നു. എല്ലാവരും ഇവൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നറിയാൻ ഷോക്കായി നിൽക്കുകയാണ്. ഇവിടെ മൗലിക്ക് ഭയങ്കര കഷ്ടമായി. ഇവൾ പറയുന്നതൊന്നും സത്യമാവല്ലേ എന്നവൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം നന്ദിനി കണ്ടിട്ട് പേടിച്ചിട്ട് നിൽക്കുകയാണ്. അയ്യോ, ഇനി നമ്മളുടെ അഫെയർ ഇവർ കണ്ടുപിടിക്കുമോ? ഇപ്പോൾ തന്നെ ഞാൻ ഹക്ക് ചെയ്തതെല്ലാവരും കാണുന്നു എന്നൊക്കെ ഓർത്ത് പേടിച്ചിട്ട് നിൽക്കുവാണ്. ആ കറക്റ്റ് സമയം തന്നെ TV സിഗ്നൽ പോകുന്നു. നോക്കുമ്പോൾ ഗുണാലാതിൻ്റെ പ്ലഗ് പോയിൻ്റ് ഊരിവിട്ടേക്കുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും അവളെ വഴക്ക് പറയാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്, ഞങ്ങൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നു. അവളും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. നന്ദിനി നല്ല പേടിച്ചിട്ടേ നിൽക്കുവാണ്. ഇപ്പം രക്ഷപ്പെട്ടാലും എന്നേലും ഇത് പുറത്ത് വന്നാലോ എന്നോർത്ത്. അയ്യോ, ഇക്കാര്യമൊക്കെ ഇവർ കണ്ടുപിടിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും.
ഞാൻ വേറെ ഒന്നും ഓർക്കാതെ പോയി ഹക്കും ചെയ്തല്ലോ, ന്യൂസ് ചാനലിലൊക്കെ അവിടെ ഉള്ള കാര്യം ഞാൻ മറന്നു പോയല്ലോ എന്നൊക്കെ ഓർത്ത് പേടിച്ചിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവിടേക്ക് മൗലി വരുന്നു. മൗലിയെ കണ്ടിട്ട് നന്ദിനി ചോദിക്കുകയാണ്, എന്ത് പറ്റി മൗലി, എന്താ? ഇത്ര എപ്പിസോഡിലും നമ്മൾ കണ്ടത് മൗലി നല്ല സ്ട്രോങ് ആണെന്നല്ലേ, എന്നാൽ ഇപ്പോൾ നല്ല വീക്കായിട്ട് നന്ദിനിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. നന്ദിനി നന്ദിനി ഞാൻ ഗുണാലിനെ എന്തുമാത്രം സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയാം. ഈ കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം പേടിച്ചെന്ന് നിനക്കറിയാം. അവയില്ലാത്ത ലോകത്ത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അവനെ ഞാൻ എൻ്റെ ജീവനെക്കാളും സ്നേഹിക്കുന്നു. അവന് വേണ്ടി എന്ത് വേണേലും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ അവൻ ആക്സിഡൻ്റ് ആയെന്ന് കേട്ടപ്പോൾ ഒരു സെക്കൻഡ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ പേടിച്ചു പോയി നന്ദിനി എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദിനിക്ക് ഭയങ്കര ഗിൽറ്റി ആവുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനെ എന്തുമാത്രം അവളെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ നടുവിൽ വന്നല്ലോ എന്നോർത്ത് ഫസ്റ്റ് ടൈം അവൾ ഗിൽറ്റി അടിക്കുകയാണ്. അത് കണ്ട് മൗലിയെ ആശ്വസിപ്പിക്കുകയാണ്. മൗലി, അത് നിൻ്റെ ഭർത്താവാണ്, അവൻ നിന്നെ വിട്ടിട്ട് ഒരിടത്തും പോകാൻ പോവില്ല, നീ സങ്കടപ്പെടാതെ. നിൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഗുണാൽ, അതുകൊണ്ട് എപ്പോഴും നിൻ്റെ കൂടെ കാണും. നിൻ്റെ ഈ അളവിൽ കവിഞ്ഞുള്ള പ്രണയം കാരണം നീ കൂടെ ഉള്ളത് വരെ ഗുണാലിനൊന്നും സംഭവിക്കില്ല എന്നവളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴാണ് മൗലിക്ക് കുറച്ച് സമാധാനമാവുന്നത്. ഉടനെ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മയും കൊടുക്കുന്നു. നിന്നെപ്പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തിരിക്കണം, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ഭാരമൊക്കെ ഇപ്പോൾ കുറഞ്ഞതുപോലെ തോന്നുന്നു എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ നന്ദിനിക്ക് ഇത് വീണ്ടും നാണക്കേടാവുന്നു. ഞാനെന്ത് വലിയ പാവമാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യാനേ പാടില്ല, എൻ്റെ ഫ്രണ്ടാണ് പാവം, അവളെ അവളെ ഹസ്ബൻഡിനെയും പിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നല്ലോ. അതും കൂടാതെ അദ്ദേഹത്തിനും എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കുണ്ടല്ലോ ആ ഫീലിങ്സ്. ഇതൊക്കെ ഞാനിനി കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വലിയ തെറ്റാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് കരയുവാണ്. അങ്ങനെ ബാത്റൂമിൽ പോയി ഷവർ ഓപ്പൺ ചെയ്ത് ആ നനവിൽ നിന്ന് കരയാണ്. ഇവിടെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്നാൽ ഗുണാലിൻ്റെ കണ്ണ് നന്ദിനിയെ തന്നെ തേടുവാണ്. എവിടെ പോയവൾ എന്നോർത്ത്. അപ്പോൾ അവൻ മൗലിയോട് തിരക്കുകയും ചെയ്യുന്നു. ഗുണാൽ, അവളിപ്പോൾ വരും എന്ന് മൗലിയും പറയാണ്. അവന് ഫുഡ് കഴിക്കാനേ തോന്നുന്നില്ല. അവൾ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. അവനും കഴിക്കാൻ പറ്റുന്നില്ല. നന്ദിനിയുടെ റൂമിൽ തന്നെ നോക്കുവാണ്. അവൾ തുറന്നു വരുന്നത് കാണാൻ. ഇവിടെ നന്ദിനി ഒരേ സ്ഥലത്ത് തന്നെ നോക്കിയിട്ട് പ്രതിമയെ പോലെ ഇരിക്കുവാണ്. അപ്പോൾ ഗുണാൽ പറയുവാണ്, കുറേ നേരമായി നന്ദിനി പുറത്ത് വന്നിട്ട്, നീ പോയി നോക്കിക്കേ, നീ അവൾക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്ക് എന്ന് പറയുന്നു. ശരി, ഞാൻ ഫുഡ് എടുത്തു കൊടുക്കാം എന്നും പറഞ്ഞ് മൗലി അവളെ റൂമിലോട്ട് പോയി നോക്കുമ്പോൾ നന്ദിനി ഇവിടെ ഉറങ്ങുന്നത് പോലെ പുതപ്പൊക്കെ മൂടിയിട്ട് ആക്ട് ചെയ്യുവാണ്. അവളും അത് വിശ്വസിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇല്ല ഗുണാൽ, അവൾ ഉറങ്ങി, എണീക്കുമ്പോൾ വിശന്നാൽ അവളെടുത്ത് കഴിച്ചോളും എന്ന് പറയുന്നു. പിന്നെ അവർ റൂമിൽ വരുന്നു. ഗുണാൽ നന്ദിനിയെ കുറച്ച് തന്നെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. മൗലി ബാക്കിൽ കൂടെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഗുണാൽ, ഇന്നത്തെ ദിവസം ഞാൻ എന്തുമാത്രം നിന്നെ മിസ് ചെയ്തെന്നറിയോ? ഞാൻ നല്ല പേടിച്ചു പോയി. നിന്നെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക ഗുണാൽ. നിൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ്. നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിന്നെ പിരിയുന്നത് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല ഗുണാൽ എന്നൊക്കെ നല്ല ഇമോഷണലായി പറയുന്നു. നിനക്ക് എന്ത് കഷ്ടമുണ്ടായിരുന്നാലും എന്നോട് പറ ഗുണാൽ, നമുക്കത് ഒരുമിച്ച് നോക്കാം. നീ മാത്രം ഒറ്റയ്ക്ക് ഈ ഫാമിലിയെ റൺ ചെയ്യണം എന്നൊന്നും ആലോചിക്കാതെ നമുക്ക് ഒരുമിച്ച് നോക്കാം എന്നൊക്കെ അവൾ നല്ല കെയറിങ്ങാണ് പറയുന്നു. കുറേ കഴിഞ്ഞ് സംസാരിച്ചിട്ട് മൗലി കിടന്നുറങ്ങുന്നു. എന്നാൽ ഇവന് നന്ദിനി എന്തു ചെയ്യണമെന്നറിയാതെ ഉറങ്ങാനും പറ്റുന്നില്ല. അവൻ എന്നിട്ട് ആ ഫുഡൊക്കെ എടുത്ത് ചൂടാക്കി അവളെ റൂമിൽ കൊണ്ടുപോകുന്നു. പോയി നോക്കുമ്പോൾ അവൾ ആ നനഞ്ഞ ഈറൻ തുണിയോടെ നിൽക്കുവാണ്. നന്ദിനി, എന്താ ചെയ്യണേ എന്നും പറഞ്ഞ് ഒരു ടവലെടുത്ത് അവൾക്ക് മൂടിക്കൊടുക്കുന്നു. നന്ദിനി, എന്താ ഇത്? ഡ്രസ് പോലും ചേഞ്ച് ചെയ്യാതെ നിനക്കെന്താ ഇത്ര ആലോചന? എന്താ ഇത്? ഉടനെ അവൾ പറയാണ്, ഗുണാൽ ഇങ്ങ് നോക്കൂ, നമ്മൾ രണ്ടുപേർക്കുമുള്ള ഈ ഫീലിങ്സ് വളരെ തെറ്റാണ്. മൗലി ഇന്ന് വന്ന് സംസാരിച്ചിട്ടാണ് പോയത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ചതിക്കില്ല. ഞാൻ ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഞാൻ വരുന്നത് വരെ നിങ്ങൾ എന്ത് നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. ഞാൻ വന്നതിന് ശേഷം നിങ്ങളുടെ ഇടയിലും മാറ്റം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ വേറെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ വേറെ വീട്ടിൽ പോകും. ഇത് കേട്ട് അവന് എന്തോ പോലെ ആവുന്നു. നീ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഞാനും ഈ റിലേഷൻഷിപ്പ് എൻകറേജ് ചെയ്യുന്നില്ല. എനിക്ക് മാരേജായി. ഞാനും നിൻ്റെ അടുത്ത് വരുന്ന ഫീലിങ്സ് മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതാണ് സത്യം. നിനക്കും അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. മൗലിയെ ചതിക്കണമെന്ന് നമ്മൾ രണ്ടുപേരും ഇതുവരെ വിചാരിച്ചിട്ടില്ല. മൗലിയെ നമ്മൾ അത്രയധികം സ്നേഹിക്കുന്നതെന്ന് നമുക്കറിയാം.
എന്നാലും നമുക്കുള്ളിൽ നടക്കുന്ന ഈ ഫീലിങ്സ് എന്താ, അത് നമുക്കറിയാനും പറ്റുന്നുണ്ടല്ലോ. ഇതിന് ശേഷവും ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നീയേ തീരുമാനം എടുക്ക്, ഞാൻ എന്ത് വേണേലും സമ്മതിക്കാം എന്ന് അവനും പറയുന്നു. ഇല്ല ഗുണ, നമുക്ക് പിരിഞ്ഞ് ജീവിക്കാം. ഞാൻ പോകുന്നു. നിങ്ങൾ മൗലിയുടെ കൂടെ സന്തോഷമായിരിക്കും, എനിക്കത് മതി എന്നവൾ പറയുന്നു. എന്നാൽ അത് കേട്ട ഉടനെ ഗുണാൽ കണ്ണൊക്കെ കലങ്ങി ഇറങ്ങിപ്പോകുന്നു. നീ പോകരുത് നന്ദിനി എന്നവൻ മനസ്സിൽ പറഞ്ഞിട്ടേയിരിക്കുന്നു. എന്നാൽ അവനത് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല. അത് തെറ്റല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ പറയാത്തത്. അവൻ കരഞ്ഞിട്ടേ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ നന്ദിനിയും പൊട്ടി പൊട്ടി കരയുവാണ്. ഇതോടെ നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. ബായ്.